ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥമാണ്. അതായത് നാം നമസ്കാരത്തിലൊക്കെ കൈകെട്ടി കഴിഞ്ഞാൽ ഉടനെ വജ്ജഹത്തെല്ലാം ഓതി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു ഫർളായ ഒരു കാര്യമാണ് ഫാത്തിഹ ഓതുക എന്നുള്ളത്. അപ്പോൾ ഈ ഫാത്തിഹയുടെ അർത്ഥം പലർക്കും ഇന്ന് അറിയുകയില്ല. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ്. നിസ്കരിക്കാൻ തുടങ്ങുന്നുവെങ്കിൽ നിസ്കരിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ തുടങ്ങുന്നു. ഏത് ഒരു കാര്യത്തിനും ഞാൻ ബിസ്മി കൂട്ടുന്നു, ആ കാര്യം ഞാൻ അള്ളാഹിൻ്റെ പേര് കൊണ്ട് തുടങ്ങുന്നു എന്നാണ്. അർ റഹ്മാൻ റഹീം, അർ റഹ്മാനി എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ ഒയ്പ്പെട്ടവർക്കും ഒയ്പ്പെടാത്തവർക്കും അള്ളാഹു ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും അള്ളാഹു ഒരേപോലെ ഗുണം ചെയ്യുന്നവൻ. അതേ അവസരത്തിൽ അർ റഹീം, അർ റഹീം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ ഒയ്പ്പെട്ടവർക്ക്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചവർക്ക്, അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം നാളെ പ്രത്യേകമായി ആഖിറത്തിൽ ഗുണം ചെയ്യുന്നു. ആഖിറത്തിൽ അള്ളാഹു എന്താക്കുകയില്ല, അള്ളാഹുവിനെ അനുസരിക്കാത്തവർക്ക് അവൻ എന്താവുകയില്ല, കരുണ കാണിക്കുകയില്ല. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും അള്ളാഹുവിനാണ്. ലോകരക്ഷിതാവായ ഞങ്ങളെ പരിപാലിക്കുന്ന, ഈ ലോകത്തിന് മുഴുവനും വേണ്ടുന്ന സമയത്ത് വേണ്ടുന്നതൊക്കെ തന്നുകൊണ്ട് ഞങ്ങളെ പരിപാലിക്കുന്ന ആ അള്ളാഹുവിനാണ് സർവസ്തുതികളും. സർവസ്തുതികളും എന്ന് പറഞ്ഞാൽ നാം സാധാരണ എന്തെങ്കിലും ഒരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ നാം എന്താക്കുന്നു, അയാൾക്ക് തിരിച്ചിട്ട് താങ്ക്സ് പറയുന്നു. അതേപോലെ തന്നെ അയാൾക്ക് നമ്മൾ എന്താക്കുന്നു, ഗിഫ്റ്റുകൾ ചിലപ്പോൾ നൽകുന്നു. അതേപോലെയാണ് അൽഹംദ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. നമുക്ക് ഇത് വേണ്ടുന്നതെല്ലാം വേണ്ടുന്ന സമയത്ത് തന്ന അള്ളാഹുവെ, നിനക്കാണ് സർവസ്തുതികളും എന്ന് നാം പറയുകയാണ്. റഹീം നേരത്തെ പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ്. മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ. അതായത് നാം ഈ ദുനിയാവിൽ എന്തൊരു പ്രവർത്തനം ചെയ്താലും, ഒരു നല്ലത് ചെയ്താലും, ഒരു ബടക്ക് ചെയ്താലും നാളെ ആഖിറത്തിൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നവനാണ്. ആ പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്, അതായത് ഖിയാമം നാൾ. അന്നത്തെ ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുന്നത്. അപ്പോൾ ആ ഖിയാമം നാളിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ ഈ ദുനിയാവിൻ്റെ ഉടമസ്ഥനും അള്ളാഹു തന്നെയാണ്. ഈ ദുനിയാവിൻ്റെ അധികാരവും എല്ലാവും ഉള്ളത് അള്ളാഹുവിന് തന്നെയാണ്. പക്ഷേ ഈ ദുനിയാവിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചില ആൾക്കാർക്ക് ചില സ്ഥാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ചില അധികാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രസിഡന്റ്, സെക്രട്ടറി, ഇങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ ചില ആൾക്കാർക്ക് കൊടുത്തു. അതേ അവസരത്തിൽ നാളെ ആഖിറത്തിൽ അങ്ങനെ ആർക്കും ഒരു സ്ഥാനമില്ല. ആഖിറത്തിൻ്റെ എല്ലാ ഉടമസ്ഥനും അള്ളാഹുവിനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു, പടച്ചവനെ നിനക്ക് മാത്രം ഞാൻ ഇബാദത്ത് ചെയ്യുന്നു, എൻ്റെ ഇബാദത്ത് ഞാൻ വേറെ ആർക്കും ചെയ്യുന്നില്ല, നിനക്ക് മാത്രം ഞാൻ ചെയ്യുകയാണ്. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞാൻ സഹായം ചോദിക്കുന്നു. ഞാൻ സ്വന്തം കൈവുണ്ട് എന്നുള്ള വിശ്വസിച്ചുകൊണ്ട്, സ്വന്തമായിട്ട് കൈവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ സഹായം ചോദിക്കുന്നത് അത് നിന്നോട് മാത്രമാണ്. അതായത് നാം ഇപ്പോൾ പലരാൾക്കാരോടും സഹായം ചോദിക്കാറുണ്ട്. അപ്പോൾ പല ആൾക്കാരോടും നാം സഹായം ചോദിക്കുന്നത് അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അവർ സഹായിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ്. അതേ അവസരത്തിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നത് എങ്ങനെയല്ല, അള്ളാഹുവിൻ്റെ എല്ലാ കഴിവുകളും സ്വന്തമായിട്ട് അവനിക്കുള്ളതാണ്, അവനിക്ക് വേറെ ആരും കൊടുത്തതല്ല. അപ്പോൾ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു. എന്താണ് ഒന്നാമത്തെ സഹായം നാം ചോദിക്കുന്നത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവെ നീ എന്നെ നേരായ വഴിയിലാക്കണം എന്നുള്ളതാണ്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരുപാട് വഴികൾ, ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് വിശ്വാസങ്ങളുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നെ നീ എന്താക്കണം, നേരായ ഒരു വഴിയിലാക്കണമേ എന്ന് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എന്നെ നേരായ വഴിയിൽ നീ ആക്കണമേ. അതായത് നേരായ വഴി എന്ന് പറഞ്ഞാൽ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ, നീ അനുഗ്രഹം ചൊരിഞ്ഞ ആൾക്കാരുടെ വഴിയിൽ നീ എന്നെ ആക്കണമേ. അതായത് അള്ളാഹു അനുഗ്രഹിച്ചവർ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ആയത്തിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹു അനുഗ്രഹിച്ചവർ ആര് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഇതുപോലെയുള്ള മഹാന്മാർ, അവരുടേതായിരിക്കുന്ന, ഞങ്ങളുടെ മുൻഗാമികളുടേതായിരിക്കുന്ന വഴിയിൽ നീ ഞങ്ങളെ ആക്കണമേ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ, ആമീൻ. നിന്റെ ദേശത്തിന് വിധേയരായവർ, അതേപോലെ തന്നെ വഴി പിഴച്ചവരുടെ വഴിയിലും നീ എന്നെ ആക്കരുത്, നല്ല വഴിയിലാക്കണം.
അതായത് ജൂത നസാറാക്കറുടെ വഴികളിൽ നീ എന്നെ ആക്കരുത്, അവരുടെ വഴിയിൽ നിന്നൊക്കെ തെറ്റിച്ച് എന്നെ ആ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ നീ എന്നെ ചേർക്കണമേ എന്നാണ് ഞാൻ ഫാത്തിഹ സൂറത്തിൽ അള്ളാഹുവിനോട് പറയുന്നത്. അത് കേട്ട ഉടനെ ആമീൻ എന്ന് പറയൽ സുന്നത്തുണ്ട്. കാരണം ഒരു ആമീൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു ആമീൻ എന്ന് പറയുമ്പോൾ ആ ആമീനിൽ എത്ര അക്ഷരമുണ്ട്, ആ അക്ഷരത്തിനനുസരിച്ച് അള്ളാഹു ഓരോ മലായിക്കത്തുകളെ പടക്കുകയാണ്. ആ മലായിക്കത്തുകൾ ഈ ഫാത്തിഹ ഓതിയവന് വേണ്ടിയിട്ട് ഇത് അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണേ എന്ന് ആ മലായിക്കത്തുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും കേൾക്കാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.